ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തൻസീർ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് ആ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പക്ഷേ കുറച്ച് പേർ അതിൽ കമന്റിൽ അറിയിച്ച ഒരു കാര്യം, വൈഫൈയുടെ സ്പീഡ് ഇതുപോലെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ്. വൈഫൈയുടെ സ്പീഡും ഇതുപോലെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. വൈഫൈ ഓൾറെഡി സ്പീഡുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാലും സ്പീഡ് കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് എനബിൾ ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് എനബിൾ ചെയ്ത് കൊടുത്താൽ മതി. വൈഫൈയുടെ സ്പീഡ് മാത്രമല്ല, ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതും ഈ ഒരൊറ്റ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. എവിടെയാണ് സെറ്റിംഗ്സ് ഉള്ളത്, ഇത് എനബിൾ ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ ബിൽഡ് നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. 7 പ്രാവശ്യം തുരുതുരെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മൊബൈൽ നിങ്ങൾ പിൻ നമ്പറാണോ പാറ്റേൺ നമ്പറാണോ ലോക്കിന് കൊടുത്തത് അതിവിടെ ചോദിക്കും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ബാക്ക് വരിക. ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഭാഗത്തിന് തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈഫൈ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് കൊടുക്കുക. വൈഫൈയുടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആ ഓപ്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രെയിൻ ആൻഡ് ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഇത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നത് തടയാനും സാധിക്കും. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സ്പീഡ്, അതായത് വൈഫൈ സ്പീഡ് നല്ല രൂപത്തിൽ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഞാൻ മറ്റൊരു മൊബൈൽ സെറ്റിംഗ്സ് കാണിച്ചു തരാം. ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. ഇവിടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇത് റിയൽമി മൊബൈലാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരാം. ഇവിടെ എബൌട്ട് ഡിവൈസ് എന്ന അതേ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ മുകളിൽ വേർഷൻ നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ 7 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പർ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ടുണ്ട് എന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഒന്നുകൂടി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പക്ഷേ നേരത്തെ കാണിച്ച ആ രൂപത്തിലല്ല. ഇവിടെ സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിവിടെ വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഓപ്ഷൻ ഇവിടെ നിന്ന് തിരഞ്ഞു പിടിച്ചൊന്ന് കണ്ടുപിടിക്കണം. കുറച്ച് നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വൈഫൈ സ്കാൻ ത്രോട്ടിംഗ് എന്ന ഓപ്ഷൻ. പക്ഷേ ഇവിടെ ഡിസബിൾ ആണ്. അതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് റെഡ്യൂസ് ബാറ്ററി ഡ്രെയിൻ ആൻഡ് ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസ് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വൈഫൈ ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ ഇതുപോലെ എനബിൾ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ എനബിൾ അല്ല എങ്കിൽ അതൊന്ന് എനബിൾ ചെയ്ത് കൊടുത്താൽ മതി. വൈഫൈ പതിവിലും സ്പീഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.